നമസ്കാരം പ്രിയപ്പെട്ടവരെ. UDF മന്ത്രിസഭയിലെ ഫസ്റ്റ് വിക്കറ്റ് വീഴാൻ ഏകദേശം സമയമായിരിക്കുകയാണ്. ഫസ്റ്റ് വിക്കറ്റ് മിഡിൽ സ്റ്റംപ് കൊണ്ടേ പോവുള്ളൂ. അത് മിക്കവാറും ഹിറ്റ് ആവാനാ ചാൻസ്. ഹിറ്റ് എന്ന് പറഞ്ഞാൽ സ്വന്തം ബാറ്റ് കൊണ്ട് തന്നെ സ്റ്റംപ് അടിച്ചിടുക എന്നുള്ള സംഭവത്തിലേക്ക് അങ്ങനെ ഔട്ട് ആവാൻ സാധ്യതയുള്ള ഒരു മന്ത്രി ഇപ്പോ കൊല്ലത്തുണ്ട്. ഇതിനു മുമ്പും വിവാദങ്ങൾ ഉണ്ടായിരുന്ന അവരുടെ പേര് വന്നിട്ട് ബിന്ദു കൃഷ്ണ എന്താണ് കേട്ടോ പേര്. പുതിയ വിവാദമാണ്. അവരുടെ സ്റ്റാഫിൽ BJP അനുഭാവിയായ ഒരാളെ ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. ഒന്നാമതെ കൊല്ലത്തുള്ള കോൺഗ്രസ്സുകാര് ഇവരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുക. അതായത് കഴിഞ്ഞ ഇലക്ഷനുകളിൽ, അതായത് ഈ കഴിഞ്ഞതിന് മുമ്പുള്ള ഇലക്ഷനിലെല്ലാം തോറ്റവരാണ് ഇവര്. അവസാനം കൊല്ലത്തുകാരുടെ ഒരു ദയ കൊണ്ട് കൊല്ലത്തുള്ള കോൺഗ്രസ് പ്രവർത്തകർ, അവരെ പേഴ്സണലി എനിക്ക് കുറെ പേര് അറിയാവുന്നതാണ്. സോ അവരെല്ലാം കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടാണ് ഇവരെ വിജയിപ്പിച്ചെടുത്തത്. ഇപ്പോ അത് അവർക്ക് തന്നെ പണിയായി. ലാസ്റ്റ് അവർ തന്നെ തലയിൽ കൈവച്ച് പറയുകയാണ് ഇവരെ ജയിപ്പിക്കണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവർ തന്നെ കൊണ്ടെത്തിച്ചു. വേറൊന്നുമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവർ MLA ആയി മന്ത്രിയായതിനു ശേഷം നേരെ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച, കോൺഗ്രസിന് ഇനി ഒരിക്കലും കേരളത്തിൽ വിജയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ, മുസ്ലിം ലീഗിനെതിരെ സംസാരിച്ച, മുസ്ലിങ്ങൾക്കെതിരെ സംസാരിച്ച വെള്ളാപ്പള്ളി നടേശനെ പോയി കുമ്പിടുകയും അയാളെ വീട്ടിൽ പോയി കുമ്പിടുകയും ഒപ്പം തന്നെ തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും അത് ഭയങ്കര വിവാദമായി പ്രശ്നങ്ങളൊക്കെ ആയി നിൽക്കുമ്പോൾ തന്നെയാണ് BJP അനുഭാവിയായ ഒരാളെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ കൊണ്ട് സത്യം പറഞ്ഞ കൊല്ലത്തുള്ള കോൺഗ്രസ്സുകാരൊക്കെ വെറി പിടിച്ചിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഓൾറെഡി കൊല്ലത്തുള്ള കോൺഗ്രസ് പ്രവർത്തകർ DCCക്കും KPCCക്കും പരാതി കൊടുത്തു കഴിഞ്ഞു. ഇവരുടെ പ്രവർത്തനങ്ങൾ ശരിയല്ല, ഇവരെ നിലയ്ക്ക് നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്തു കഴിഞ്ഞു. ഒപ്പം തന്നെ മറ്റൊരു രഹസ്യമായി അറിഞ്ഞ വിവരം, ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഇവർ മണ്ഡലത്തിൽ വരികയാണെങ്കിൽ ഇവർക്കെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ഇവരെ മണ്ഡലത്തിലെ പരിപാടികളിൽ നിന്നും മാറ്റി നിർത്താനുള്ള കാര്യങ്ങൾ കൂടി കൊല്ലത്തുള്ള കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും കോൺഗ്രസിന് എതിരായി സംസാരിക്കുന്നവരെ, കോൺഗ്രസിന്റെ ബദ്ധ ശത്രുക്കളായിട്ടുള്ളവരെ അവരുമായി കൂട്ടുകൂടുകയും അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു മന്ത്രിയായി ശ്രീമതി ബിന്ദു കൃഷ്ണ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കൊല്ലത്തുള്ള കോൺഗ്രസ് പ്രവർത്തകരെ ചൊടിപ്പിച്ചിരിക്കുന്നത്. കൊല്ലത്ത് മാത്രമല്ല, UDFൽ തന്നെ ഇതിനൊരു പുകച്ചിൽ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. അതിന്റെയൊക്കെ ഫലമായി നിങ്ങൾ നോക്കിക്കോളൂ, UDF മന്ത്രിസഭയിലെ ഫസ്റ്റ് വിക്കറ്റ് ആരും മരിച്ചില്ലെങ്കിൽ ഇവരായിരിക്കും വീഴാൻ പോകുന്നത്. അതും ഹിറ്റ് ആയിരിക്കും. സ്വന്തം ബാറ്റ് കൊണ്ട് സ്റ്റംപ് അടിച്ചിരുന്ന വിക്കറ്റ് ആയിരിക്കും നടക്കാൻ പോകുന്നത്. തീർച്ചയായും അത്തരത്തിലുള്ള ഒരു കാര്യം തന്നെയാണ് ശ്രീമതി ബിന്ദു കൃഷ്ണ ഈ മന്ത്രിയായതിനു ശേഷം അവിടെ കാണിച്ചു കൂട്ടുന്നത്. എന്നാൽ ഇവർ മനസ്സിലാക്കണ്ടേ, എന്താണ്, കൊല്ലത്തുകാരുടെ ദയ കൊണ്ട് വിജയിച്ചതാണ്, കുറെ തവണ തോറ്റതാണ്, ഇപ്പോഴാണ് ജയിച്ചു വന്നത്. കൊല്ലത്തിൽ കോൺഗ്രസിന്റെ മുഖ്യ ശത്രുക്കളായി നിൽക്കുന്നവരെ പോയി അവരോടൊപ്പം കൂട്ടുകൂടി കോൺഗ്രസ്സുകാരെ നാണം കെടുത്തുന്ന, ഇവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട കോൺഗ്രസിന്റെ പ്രവർത്തകരെ നാണം കെടുത്തുന്ന, ഒന്ന് ആലോചിച്ച് നോക്കിയേ. കോൺഗ്രസിന്റെ പ്രവർത്തകർ BJPയും അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനെതിരേക്ക് എത്രമാത്രം ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ചായക്കടകളിലും ചർച്ചകളിലും സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോ ആ സംസാരിച്ച് അവിടെ ചർച്ചകളിൽ കാര്യമായി തന്നെ ഇടപെട്ട ആളുകളുടെ മുഖത്തടിക്കുന്ന അടിയല്ലേ ഇവരെ കാണിക്കുന്നത്. അതായത് കോൺഗ്രസ് പ്രവർത്തകർ എതിരെ സംസാരിച്ച ഒരാളെ പോയി കാരി വീഴുകയും മടങ്ങുകയും അതോടൊപ്പം തന്നെ BJP അനുഭാവിയായ ഒരു സ്റ്റാഫിനെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് എടുക്കുകയും ചെയ്യുമ്പോൾ എന്താണ് കൊല്ലത്തെ കോൺഗ്രസ് പ്രവർത്തകർ അവർ എന്താ വിചാരിക്കുന്നത്? അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോളൂ, മാസങ്ങൾക്കകം, ഒരുപാട് നീണ്ടുപോകത്തില്ല, ഈ സ്വഭാവമായി മുമ്പോട്ട് പോവുകയാണെങ്കിൽ മാസങ്ങൾക്കകം തന്നെ UDF മന്ത്രിസഭയിലെ ഫസ്റ്റ് വിക്കറ്റ് ഇവരത് പോയിരിക്കും, ഉറപ്പാണ്. പേര് നോട്ട് ചെയ്ത് വെച്ചോ, ശ്രീമതി ബിന്ദു കൃഷ്ണ.